ക്ലാസ് നോക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് എ ടെക്നിക് എന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൽ ഹിസ്റ്ററി ഓഫ് എ വരെ ഡിസ്കസ് ചെയ്തു, ക്ലാസിഫിക്കേഷൻ ഓഫ് എ, നെക്സ്റ്റ് വാട്ട് ഈസ് എ ടെക്നിക്, സ്ട്രക്ചേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് സ്റ്റേറ്റ് സ്പേസ് സെർച്ച്, പ്രൊഡക്ഷൻ സിസ്റ്റം. ഈ 3 ടോപ്പിക്സ് ആണ് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ടൂറിംഗ് ടെസ്റ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ടൂറിംഗ് ടെസ്റ്റ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഹിസ്റ്ററി പാർട്ടിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അത് ടൂറിംഗ് ടെസ്റ്റ്. ടൂറിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്കറിയാം അലൻ ട്യൂറിംഗ് എന്ന സയന്റിസ്റ്റ് നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ആണ്. അപ്പോൾ ഈ 1950s ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് ടൂറിംഗ് ടെസ്റ്റ്. ടൂറിംഗ് ടെസ്റ്റ്, the earliest paper to address the question of machine intelligence, specifically in relation to the digital computer, was written in 1950 by the British mathematician Alan Turing. Computing in the paper, Computing Machinery and Intelligence. ഈ ഒരു പേപ്പറിൽ അലൻ ട്യൂറിംഗ് ഒരു കൺസെപ്റ്റ്, ടൂറിംഗ് ടെസ്റ്റ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ ടൂറിംഗ് ടെസ്റ്റ് ഇതാണ്. അതായത് ഒരു മെഷീന്റെ എന്തിനു വേണ്ടിയിട്ടാണ് ടൂറിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? അതായത് ഒരു മെഷീന്റെ ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ടൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ടൂറിംഗ് ടെസ്റ്റ്? ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ ഇന്റലിജൻസ് ഓഫ് എ സിസ്റ്റം. ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടൂറിംഗ് ടെസ്റ്റ്. ഓക്കെ, ജസ്റ്റ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയുകയാണ്. ടൂറിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടൂറിംഗ് ടെസ്റ്റ്? ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ ഇന്റലിജൻസ് ഓഫ് എ മെഷീൻ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ദ ഇന്റലിജൻസ് ഓഫ് എ മെഷീൻ. ഒരു മെഷീന്റെ ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂറിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടൂറിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സുബിൻ രാജ്, ടൂറിംഗ് ടെസ്റ്റ് എന്താണ്? സുബിൻ, സിഗ്നിഫിക്കൻസ് ഓഫ് ടൂറിംഗ് ടെസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഒരു മെഷീന്റെ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ടൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അലൻ ട്യൂറിംഗ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അലൻ ട്യൂറിംഗ് 1950s ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ടൂറിംഗ് ടെസ്റ്റ്. അപ്പോൾ ഈ ടൂറിംഗ് ടെസ്റ്റില് എത്ര ആക്ടേഴ്സ് ഉണ്ടാവും നോക്കാം. അതായത് ഒരു മെഷീൻ ഉണ്ട്, എനിക്ക് ഫിഗർ കാണും. ഒരു മെഷീൻ ഉണ്ടാവും, ഒരു ഹ്യൂമൻ ഉണ്ടാവും, ഒരു ഇന്ററോഗേറ്റർ ഉണ്ട്. അതായത് ഇന്ററോഗേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പേഴ്സൺ, ആ പേഴ്സൺ ഒരു ക്ലോസ്ഡ് റൂമിൽ ഉണ്ടാവും. അതായത് അത് ഐസോലേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഒരു ക്ലോസ്ഡ് റൂമിൽ ഒരു ഇന്ററോഗേറ്റർ ഉണ്ട്. അപ്പോൾ ഈ സെനാരിയോയില് 3 ആക്ടേഴ്സ് ആണുള്ളത്. ഓക്കെ, ഒരു മെഷീൻ ഉണ്ട്, ഒരു ഹ്യൂമൻ ഉണ്ട്, ഒരു ഇന്ററോഗേറ്റർ ഉണ്ട്. ഇന്ററോഗേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹ്യൂമൻ വിത്ത് ടെക്സ്റ്റ് ഡിവൈസ്, ഒരു ടെക്സ്റ്റ് ഡിവൈസ് വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരു ഇന്ററോഗേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബേസിക് കൺസെപ്റ്റിനാണ് ഹിയർ ദ ഇന്ററോഗേറ്റർ ഈസ് നോട്ട് ഏബിൾ ടു see or speak directly to either of them and does not know which entity is actually machine and may communicate using a textual device. അപ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഇന്ററോഗേറ്റർ അറിയില്ല, അതായത് ഏതാണ് ഡിവൈസ് എന്നും ഏതാണ് ഹ്യൂമൻ എന്നും അറിയില്ല എപ്പോഴും. പിന്നെ ഈ ഡിവൈസർ ഒരു മെഷീൻ യൂസ് ചെയ്ത്, ഒരു ടെക്സ്റ്റുവൽ ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് ഈ 2 ആൾക്കാർ, ഒന്ന് മെഷീനുമായിട്ടും ഒന്ന് ഹ്യൂമനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷീൻ യൂസ് ചെയ്തിട്ട്, ഒരു ടെക്സ്റ്റൽ മെഷീൻ യൂസ് ചെയ്തിട്ട് ഇന്ററോഗേറ്റർ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യും. അപ്പോൾ തിരിച്ചെന്ത് വരും? റിപ്ലൈ വരും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ കൺസെപ്റ്റ് ആണ്. അതായത് ഒരു ഇന്ററോഗേറ്റർ ഒരു ക്ലോസ്ഡ് റൂമിൽ ഒരു ടെക്സ്റ്റൽ ഡിവൈസുമായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഇന്ററോഗേറ്റർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിന് റിപ്ലൈ കിട്ടും.
അത് റിപ്ലൈ എവിടെ നിന്നൊക്കെ വരാം? ഒന്നുകിൽ ഹ്യൂമനിന്ന് വരാം, അല്ലെങ്കിൽ മെഷീൻസിന്ന് വരാം. അപ്പോൾ ടൂറിംഗ് ടെസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാല്, if the interrogator not able to distinguish machine from human, then we can say that machine is intelligent as human. ഇതാണ് ടൂറിംഗ് ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ ടൂറിംഗ് ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ററോഗേറ്റർ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട്, വരുന്ന ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇന്ററോഗേറ്റർക്ക് അത് ചിലപ്പോൾ മെഷീൻ എന്നാണ് വരിക, പക്ഷെ ഇന്ററോഗേറ്റർ എന്ത് വിചാരിക്കും? അത് ഹ്യൂമൻ എന്നാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതുണ്ടോ, ഇഫ് ദ ഇന്ററോഗേറ്റർ ഇസ് നോട്ട് ഏബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് മെഷീൻ ഫ്രം ഹ്യൂമൻ, ദെൻ ദ മെഷീൻ ഈസ് ഇന്റലിജന്റ് ആസ് ഹ്യൂമൻ. അതാണ് ടൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടൂറിംഗ് ടെസ്റ്റ് എന്ന കാര്യം മനസ്സിലാക്കുക, ജസ്റ്റ് ഈ കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ ടൂറിംഗ് ടെസ്റ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഫോർ മെനി ഓഫ് ദ സ്കീംസ് യൂസ് ടു ഇവാലുവേറ്റ് മോഡേൺ AI പ്രോഗ്രാം. അപ്പോൾ മോഡേൺ AI പ്രോഗ്രാംസിന്റെ ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂറിംഗ് ടെസ്റ്റ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. വാട്ട് ഈസ് ടൂറിംഗ് ടെസ്റ്റ്? അപ്പോൾ ടൂറിംഗ് ടെസ്റ്റ് എന്താണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്നാണ് മനസ്സിലാക്കുക. അപ്പൊ അതാണ് ടൂറിംഗ് ടെസ്റ്റിൽ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് പ്രോബ്ലം സ്പേസസ് സെർച്ചിങ് ഹ്യൂറിസ്റ്റിക് എന്ന കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളിനി ബേസിക് ആയിട്ട് ഈ പ്രോബ്ലം സ്പേസ് സെർച്ചിങ് ആൻഡ് ഹ്യൂറിസ്റ്റിക് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത്, ഫസ്റ്റ് ടു ബിൽഡ് എ സിസ്റ്റം ടു സോൾവ് എ പെർട്ടിക്കുലർ പ്രോബ്ലം ആൻ AI എഞ്ചിനീയർ ഷുഡ് ഡു ദ ഫോളോയിങ്. അതായത് ഒരു കോംപ്ലക്സ് പ്രോബ്ലം ഉണ്ട്, ആ ഒരു കോംപ്ലക്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് AI എഞ്ചിനീയർ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ഒരു AI എഞ്ചിനീയർ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പെർഫോം ചെയ്യണമെന്നാണ്, എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിഫൈൻ ദ പ്രോബ്ലം പ്രീസിയസ്ലി. ഓക്കെ, നമ്മൾ ഇതിപ്പോഴും നമ്മൾ ബേസിക് ആയിട്ടുള്ള AI കൺസെപ്റ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? AI എഞ്ചിനീയർ എന്ത് ചെയ്യണം? ആ പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം, പ്രീസിയസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഡെഫിനിഷൻ ഷുഡ് ഇൻക്ലൂഡ് പ്രിസൈസ് സ്പെസിഫിക്കേഷൻ ഓഫ് വാട്ട് ദ ഇനീഷ്യൽ സിറ്റുവേഷൻ ഓർ വാട്ട് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ പ്രോബ്ലം വിൽ ബി, ആസ് വെൽ ആസ് ദ ഫൈനൽ അക്സെപ്റ്റബിൾ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഡിഫൈൻ ദ പ്രോബ്ലം സ്പേസ് പ്രീസിയസ്ലി ആണ്. ഓക്കെ, ഒരു AI എഞ്ചിനീയർ എക്സാക്ട് പ്രോബ്ലം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അതായത് ആ പ്രോബ്ലത്തിന്റെ കറന്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതാണ്, ഫൈനൽ സ്റ്റേറ്റ് എന്താണ്, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് എങ്ങനെ റീച്ച് ചെയ്യാം, അതിനെ കുറിച്ചൊക്കെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. രണ്ടാമതായിട്ട് ചെയ്യുന്നത് അനലൈസ് ദ പ്രോബ്ലം. ആ പ്രോബ്ലം എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. ആ പ്രോബ്ലം എങ്ങനെ, എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന അനലൈസ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായ നോളജ് എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. ഐസോലേറ്റ് ആൻഡ് റെപ്രസെന്റ് ദ ടെക്സ്റ്റ് നോളജ് ദാറ്റ് ഈസ് നെസസറി ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ആ പ്രോബ്ലത്തിലെ നോളജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യം നോളജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം, ഒരേ എഞ്ചിനീയർ റെപ്രസെന്റ് ചെയ്യണം. ഫോർത്ത് സ്റ്റെപ്പ് എന്ത് പറയുന്നു? ചൂസ് ദ ബെസ്റ്റ് പ്രോബ്ലം സോൾവിങ് ടെക്നിക് ആൻഡ് അപ്ലൈ ഇറ്റ് ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ AI എഞ്ചിനീയർ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്.
To build a system to solve a particular problem, an engineer should do the following. One, define the problems previously. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതായത് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അങ്ങനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നതിനാണ് സ്റ്റേറ്റ് സ്പേസ് പ്രോബ്ലം എന്ന് പറയും. അതായത് ഒരു പ്രോബ്ലത്തിന്റെ സ്റ്റേറ്റ് സ്പേസ് ഡ്രോ ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രോബ്ലം ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം? അനലൈസ് ദ പ്രോബ്ലം. അതായത് ആ പ്രോബ്ലം എന്ത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാമെന്ന് അനലൈസ് ചെയ്യുക. മൂന്നാമത് എന്ത് ചെയ്യണം? ആ പ്രോബ്ലത്തിൽ നോളജ് ഉണ്ടാവും. ആ നോളജിന് എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നോളജ് റെപ്രസെന്റേഷൻ എന്നാണ് തേർഡ് സ്റ്റെപ്പ്. നോളജ് റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് വാരിയസ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വാരിയസ് മെത്തേഡ്സ് ഉണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ചൂസ് ദ ബെസ്റ്റ് പ്രോബ്ലം സോൾവിങ് ടെക്നിക് ആൻഡ് അപ്ലൈ ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഫോർത്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഏതാണ് ബെസ്റ്റ് ടെക്നിക്ക് അത് വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യും. ഈ ഒരു 4 സ്റ്റെപ്സ് ആണ്. ഇങ്ങനെ 4 സ്റ്റെപ്സ് ആണ് ഒരു എഞ്ചിനീയർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ പറഞ്ഞ? ഡിഫൈൻ ദ പ്രോബ്ലം പ്രീസിയസ്ലി എന്നല്ല. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിഫൈൻ ദ പ്രോബ്ലം പ്രീസിയസ്ലി. അപ്പോൾ അത് നമ്മളിവിടെ എഴുതുന്ന ഇങ്ങനെ: ഡിഫൈൻ ദ പ്രോബ്ലം ആസ് എ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ്. ഇതുണ്ട്. ഓക്കെ, അതായത് നമുക്കൊരു പ്രോബ്ലം തന്നാൽ ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. ആ പ്രോബ്ലത്തിന് എന്ത് ക്രിയേറ്റ് ചെയ്യാം? അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ഒരു അപ്രോച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് എന്ന് പറയും. അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. നിങ്ങൾക്ക് പഠിക്കേണ്ട കൺസെപ്റ്റ് ഇതാണ്. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നാലും നിങ്ങൾ ആ പ്രോബ്ലം യൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്ന ടൈമിൽ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എന്താണ് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. കൺസിഡർ ദ പ്രോബ്ലം ഓഫ് ഡയഗനൈസിങ് എ മെക്കാനിക്കൽ ഫോൾട്ട് ഇൻ ആൻ ഓട്ടോമൊബൈൽ. ഒരു ഓട്ടോമൊബൈലിന്റെ മെക്കാനിക്കൽ ഫോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കണം, ഡയഗനൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, ജസ്റ്റ് ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ തരുന്നു, എന്താണ് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ഡിഫറെന്റ് പ്രോബ്ലംസ് എടുത്ത് ഡിസ്കസ് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്കറിയാം, ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തുണ്ടാവും? ഒരു ഗ്രാഫാണിത്. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫിൽ എന്തുണ്ടാവും? നോഡ്സ് ഉണ്ടാവും, പിന്നെ എഡ്ജസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോഡ്സ് എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? വേർ ഇസ് ദ പ്രോബ്ലം? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു നോഡ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന വേർ ഇസ് ദ പ്രോബ്ലം.
അപ്പോൾ ഇവിടെ അതിന്റെ ആൻസേഴ്സ് വരും. ഫസ്റ്റ് എൻജിൻ ട്രബിൾ ആണ് പ്രോബ്ലം. ട്രാൻസ്മിഷൻ, ബ്രേക്സ്, എവിടെയാണ് പ്രോബ്ലം എന്ന് ചോദിച്ചു. നെക്സ്റ്റ് എൻജിൻ ട്രബിൾ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡസ് ദ കാർ സ്റ്റാർട്ട്, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഡസ് ദ കാർ സ്റ്റാർട്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വേർ ഇസ് ദ പ്രോബ്ലം. അപ്പൊ എവിടെയൊക്കെ വരാം, എൻജിൻ ട്രബിൾ വരാം, ട്രാൻസ്മിഷൻ വരാം, ബ്രേക്സ് വരാം. ബ്രേക്സിലെ പ്രോബ്ലം ഇവിടെ എവിടെയെങ്കിലും പ്രോബ്ലം വരുന്നത്. അപ്പൊ സപ്പോസ് എൻജിൻ ട്രബിൾ ആണ് പ്രോബ്ലം എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഡസ് ദ കാർ സ്റ്റാർട്ട്. യെസ് ആവാം, നോ ആവാം. യെസ് ആണെങ്കിൽ യെസ് ആവാം, നോ ആവാം. ഓക്കെ, സപ്പോസ് നോ ആണ്, എൻജിൻ വോണ്ട് സ്റ്റാർട്ട് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിൽ എൻജിൻ ടേൺ ഓവർ. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ആ പ്രോബ്ലം അനലൈസ് ചെയ്തിട്ട് അതിന്റെ എല്ലാ പാർട്ടും നോക്കും. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് എന്നിട്ട് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യാം. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ എന്ത് പ്രോബ്ലം കിട്ടിയാലും കറസ്പോണ്ടിങ് എന്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുക, പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, വൈൽ ഡിഫൈനിങ് ദ പ്രോബ്ലം യു ഷുഡ് ക്രിയേറ്റ് എ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, like this you want to create a state space search graph. Okay, ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഓരോ പ്രോബ്ലത്തിനും ഓരോ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് വരും. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു സാമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണം, അതാണ് എന്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്, അനലൈസ് ആൻഡ് ഫൈൻഡ് ഔട്ട്. അനലൈസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് സെർച്ചിങ് ടെക്നിക് ക്യാൻ ബി യൂസ് ടു സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, അതായത് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതായത് ഈ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. ഓക്കെ, സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിൽ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ അപ്രോച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ആ ഒരു അപ്രോച്ചാണ് ഇവിടെ വേണ്ടത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സം ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, കോംപ്ലിക്കേറ്റഡ് ആയ സം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിഫൈൻ ദ പ്രോബ്ലം ആസ് എ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് പ്രോബ്ലത്തിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റുക, ഒരു സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളിപ്പോ ഒരു എ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളൊരു എ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അതിനെ ഒരു ഗ്രാഫ് ആക്കിയിട്ട് മാറ്റണം. അനലൈസ് ചെയ്തിട്ട് അതിനെ ഒരു ഗ്രാഫ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഗ്രാഫില് സൊല്യൂഷന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യണം. ഓക്കെ, ഇതാണ് സെക്കൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളിപ്പം ചിന്തിച്ചാൽ മതി, suppose you are the AI engineer, first you will define the state space search graph, then next step you should search the graph to find out the solution. Okay, appo second step endayirikkanam, analyze and find out which searching technique can be used to solve the problem. Okay, adayathu ee graph ഏത് സെർച്ചിങ് ടെക്നിക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യൂ, എന്നിട്ട് അതിലൊരു സെർച്ച് ടെക്നിക്ക് അപ്ലൈ ചെയ്യും. സെർച്ച് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നോക്കേണ്ടത് ഏത് സെർച്ചിങ് ടെക്നിക്കാണ് നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്, അത് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം ഗ്രാഫ് അല്ലേ ഇത്, ഗ്രാഫ് ആണെങ്കിൽ അല്ലെങ്കിൽ ട്രീ ആണെങ്കിലും ഗ്രാഫ് ആണെങ്കിലും നമുക്ക് ഏതൊക്കെ സെർച്ച് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി,
DFS, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, BFS, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കണം, അതർ അൽഗോരിതംസും കൂടി ഉണ്ട്. ഇങ്ങനെ ഗ്രാഫിൽ അല്ലെങ്കിൽ ട്രീയിൽ സെർച്ച് ചെയ്യേണ്ട അൽഗോരിതംസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. A* അൽഗോരിതം എന്ന് പറയും. ഓക്കെ, A* അൽഗോരിതം. ഓക്കെ, ഇവിടെ A, ഇവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ടാവും. അപ്പോ അതുപോലെ AO* അൽഗോരിതം, അങ്ങനെ ഡിഫറെന്റ് സെർച്ച് അൽഗോരിതംസ് നമ്മൾ അപ്ലൈ ചെയ്യും. AO* അൽഗോരിതം, ഇങ്ങനെ ഡിഫറെന്റ് സെർച്ച് അൽഗോരിതംസ് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആസ് എൻ AI എഞ്ചിനീയർ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടെക്നിക്കാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ, ഏത് സെർച്ചിങ് ടെക്നിക്കാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതാണ് സെക്കൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അനലൈസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് സെർച്ചിങ് ടെക്നിക് ക്യാൻ ബി യൂസ് ടു സോൾവ് ദ പ്രോബ്ലം. ഈസ് ഇറ്റ് പോസിബിൾ ടു അപ്ലൈ ഹ്യൂറിസ്റ്റിക്സ്? അടുത്തൊരു ടേം കണ്ടോ, ഹ്യൂറിസ്റ്റിക്സ്. എന്താണ് ഹ്യൂറിസ്റ്റിക് എന്ന് വെച്ചാൽ നമുക്കറിയാം, അതായത് പ്രോബ്ലം വളരെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഈ ഗ്രാഫ് എന്തായിരിക്കും, ഗ്രാഫിന്റെ സൈസ് വളരെ വലുതായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഫാസ്റ്റർ ആയിട്ട് ആൻസർ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് അപ്ലൈ ചെയ്യണം, ഹ്യൂറിസ്റ്റിക് സെർച്ചസ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സ് അപ്ലൈ ചെയ്യണം. ഹ്യൂറിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്, ഇന്റലിജന്റ് ഗസ്സിനെയാണ് എന്ത് പറയാ, ഹ്യൂറിസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ടേം മനസ്സിലാക്കുക. ഹ്യൂറിസ്റ്റിക് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ട് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇന്റലിജന്റ് ഗസ്സസ് ആണ് എന്ത്, ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂറിസ്റ്റിക് അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കും. ഹ്യൂറിസ്റ്റിക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ഹ്യൂറിസ്റ്റിക് ആണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ടത്, അതും നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് നോക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സപ്പോസ് യു ആർ എൻ AI engineer and you got a complicated AI problem, then first you should define the state space search graph of that problem. Okay, this is the state space search graph. Then you should analyze and find out which searching technique will give the answer in a fast way. You can apply different algorithms, A*, AO*, DFS, BFS, then another one is DFS with iterative deepening, hill climbing algorithm, etc., etc. Okay, so there are several algorithms for searching that you want to study in the second module. Okay, so in the second step you should analyze and find out which searching technique can be used to solve the problem, and is it possible to apply heuristic. What is heuristic? Heuristic means intelligent guess. Is it possible to apply heuristic to make the search faster? Then third step is represent the state space. Okay, അതായത് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് വരച്ചു വെച്ചിട്ടുണ്ട്, അതിന് കുറെ നോളജ് ഉണ്ടല്ലോ എൻജിൻ. ഓക്കെ, അപ്പോൾ ആ നോളജിനെ നമ്മൾ എന്ത് ചെയ്യണം, റിപ്രസെന്റ് ദ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് യൂസിങ് suitable data structure, okay, to form the task knowledge. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആക്ച്വലി അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് ആണ് പറയുന്നത്. അതായത് നമ്മളൊരു സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ അതിന് എന്ത് ചെയ്യണം, സ്യൂട്ടബിൾ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ആ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫിലെ നോളജിന് എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അതിനെയാണ് എന്ത് പറയാ, നോളജ് റെപ്രസെന്റേഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് തേർഡ് സ്റ്റെപ്പിന് എന്ന് പറയുന്നത് നോളജ് റെപ്രസെന്റേഷൻ. ഓക്കെ, അതായത് നമ്മളൊരു സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ആക്കിയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിന് നമ്മൾ സ്യൂട്ടബിൾ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് അതിലെ നോളജിനെ റെപ്രസെന്റ് ചെയ്യണം. അതിനെയാണ് നോളജ് റെപ്രസെന്റേഷൻ എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നോളജ് റെപ്രസെന്റേഷൻ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിലെ ബെസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക,
സോൾവ് ചെയ്യുക, പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു അപ്രോച്ച് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് പ്രോബ്ലം സ്പേസ്, സെർച്ചിങ് ആൻഡ് ഹ്യൂറിസ്റ്റിക്. അതാണ് ഹെഡിങ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന കൺസെപ്റ്റ് ഇതാണ്, അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തൊക്കെയാ സ്റ്റെപ്സ് എന്നാന്ന് പറയാൻ പറ്റുമായിരിക്കെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദിദിന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് ഗ്രാഫ് ഉണ്ടാക്കുക. അതായത് ഡിഫൈൻ ദ പ്രോബ്ലം സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ്. ഡിഫൈൻ ദ പ്രോബ്ലം ആസ് സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ്. ആ ടേം ഓർമ്മിക്കണേ, സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പ്രോബ്ലത്തിന് എന്താക്കി മാറ്റുക? ഒരു ഗ്രാഫ് ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, അതിൽ ഇനീഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാവും, ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും, ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു ഗ്രാഫ് ആക്കി മാറ്റും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? അശ്വൻ പി പറഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ആസ് എൻ AI എഞ്ചിനീയർ വാട്ട് യു ഷുഡ് ഡു? ഫസ്റ്റ് സ്റ്റെപ്പ് യു ഡിഫൈൻ ദ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് വാട്ട് യു വിൽ ഡു? അശ്വിൻ പി. Okay, in the second step you should analyze which searching technique can be used. Okay, analyze and find out which searching technique can be used to solve the problem. There are different algorithms for searching the state space graph. Okay, then you should find out which will be the better one. Okay, and then third step എന്താ ചെയ്യാം? ഒരാൾ പറഞ്ഞു, ഹരിത. തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാം? തേർഡ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളൊരു AI എഞ്ചിനീയർ ആയിട്ട് തന്നെ ചിന്തിക്കുക ഇത്. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നാൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്ന് മനസ്സിലുറപ്പിക്കുക. ഓക്കെ, ഹരിത പറഞ്ഞിരിക്കുന്ന തേർഡ് സ്റ്റെപ്പ് എന്താണ്? നോളജ് റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും അതിലെന്തുണ്ടാവും? കുറെ നോളജ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇതാണ് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് എങ്കിൽ ഇതിൽ ഓരോ നോഡും എന്താണ്? നോളജാണ്. ആ നോളജിനെ കറക്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ എന്ത് യൂസ് ചെയ്യണം എന്നൊക്കെ കണ്ടുപിടിക്കും. അതിനാണ് എന്ത് പറയാ? നോളജ് റെപ്രസെന്റേഷൻ എന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ് ഒരാൾ പറഞ്ഞു പെട്ടെന്ന്. മൂന്നാമത്തെ സ്റ്റെപ്പ് നോളജ് റെപ്രസെന്റേഷൻ. സുബിൻ രാജ് പറഞ്ഞ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? സുബിൻ രാജ്. സുബിൻ പ്രസന്റ് അല്ലേ? സുബിന്. അഭിലാഷ്. സുബിൻ ആബ്സെന്റ്. അഭിലാഷ്, ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, സുബിന് പറഞ്ഞു. സുബിന് പറഞ്ഞു എന്താണ് ചെയ്യുന്നത്? ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കാരണം നിങ്ങൾ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എനിക്കറിയേണ്ടത്. ഒരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഫോർത്ത് സ്റ്റെപ്പ് എന്താണ് ഫോളോ ചെയ്യുക? ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? അതായത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് സെർച്ചിങ് ടെക്നിക്കാണെന്ന് ബെറ്റർ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഓക്കെ, അതൊരു ഇംപ്ലിമെന്റേഷൻ കൺസെപ്റ്റ് പോലെ പറയുന്നത്. അതായത് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച് സെർച്ചിങ് ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്ലൈ ദ സെർച്ചിങ് ടെക്നിക്, ഫൈൻഡ് ഔട്ട് ആൻഡ് ഓൾറെഡി ഫൗണ്ട് ആൻഡ് സോൾവ് ദ പ്രോബ്ലം. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. അപ്പൊ ഈ സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ പറയുന്ന കുറെ ടേംസ് കിട്ടുന്നുണ്ട് അല്ലെ? ഇത് നോക്കി എന്തൊക്കെ ടേംസാ ഉള്ളത്? പ്രോബ്ലം എന്താണ്? പ്രോബ്ലം സ്പേസ് എന്താണ്? നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എന്താണ് പ്രോബ്ലം സ്പേസ്. അല്ലെങ്കിൽ പ്രോബ്ലം സ്പേസിനെ തന്നെ എന്താ പറയാ? സ്റ്റേറ്റ് സ്പേസ് സെർച്ച് എന്ന് പറയും. സെർച്ച് ഗ്രാഫ്, ഇതാണ് പ്രോബ്ലം സ്പേസ്. അപ്പൊ പ്രോബ്ലം സ്പേസ് എന്താണെന്ന കാര്യം മനസ്സിലാക്കാം. പ്രോബ്ലം സ്പേസ് സെർച്ചിങ് എന്താണ്? പ്രോബ്ലം സ്പേസിൽ
സെർച്ച് ചെയ്തിട്ടാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സെർച്ചിന് വേണ്ടി കുറെ അൽഗോരിതം നിങ്ങൾക്ക് മൈൻഡിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഹ്യൂറിസ്റ്റിക് എന്നൊരു ടേം മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഹ്യൂറിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾക്ക് പറയാൻ പറ്റുമോ എന്താണ് ഹ്യൂറിസ്റ്റിക്? അശ്വതി പറഞ്ഞ് പെട്ടെന്ന്. എന്താണ് ഹ്യൂറിസ്റ്റിക്? ഹ്യൂറിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? അശ്വതി പെട്ടെന്ന്. ഹ്യൂറിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫാസ്റ്റർ ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്ന ഇന്റലിജന്റ് ഗസ്സിന് എന്താ പറയാ? ഹരിത ഇപ്പം പറഞ്ഞ പോലെ ഇന്റലിജന്റ് ഗസ്സസിന് എന്താ പറയുക? ഹ്യൂറിസ്റ്റിക്. അപ്പൊ നമുക്ക് ഇതൊക്കെ സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഹ്യൂറിസ്റ്റിക്, ഡിഫറെന്റ് അൽഗോരിതംസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മള് ഞാനത് ഓൾറെഡി കവർ ചെയ്തതാണ്, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്നാലും ഒന്നും കൂടി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പൊ ഇത് നമുക്ക് അറിയാണ്ട് പോയിട്ട് മുന്നോട്ട് പോലും ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്സ് അതില് ഓക്കെ, ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി. അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിൽ തന്നെ ഒരു പ്രോബ്ലം എടുക്കുന്നു. ഓക്കെ, ഇതുണ്ടോ? ഇതൊക്കെ ഇതില് ഈ ഒരു കൺസെപ്റ്റും കൂടി പറഞ്ഞു തരാൻ പറ്റുന്നു. ഇതുണ്ടോ? അതായത് ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം എന്ന് വെച്ചാല് 8 പസിൽ പ്രോബ്ലം എന്നാണ് പറയാം. ഓക്കെ, നിങ്ങൾ ഇത് പഠിക്കണം, ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് 8 പസിൽ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനെയാ വരുക. ഡിഫൈൻ 8 പസിൽ പ്രോബ്ലം ആൻഡ് ഡ്രോ ദ സ്റ്റേറ്റ് സ്പേസ് സെർച്ച് ഗ്രാഫ്. ഓക്കെ, അപ്പോ കൺസെപ്റ്റ് ഇതാണ്. ഇതുണ്ടോ? നിങ്ങൾക്കൊരു ഗെയിം അറിയായിരിക്കും. അതായത് ഇതിൽ എത്ര ഇതുണ്ട്? 1, എത്ര സ്പേസ് ഉണ്ട്, എത്ര ഗ്രിഡ് ഉണ്ട്, ഇതിൽ എത്ര ഗ്രിഡ് ഉണ്ട്? 8 ഗ്രിഡ് ഉണ്ട്, അല്ലെങ്കിൽ 8 ടൈൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇത് നോക്കുക, ഇതെന്താണ്? ബ്ലാങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി ഇങ്ങനെയുള്ള നിങ്ങളിപ്പം അതായത് മുന്നേ ഒക്കെ ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാങ്ക്, അതർ സ്പേസസ് 1 2 3 4 5. നിങ്ങൾ ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് ഏതിലോട്ട് അതിനെ കൊണ്ടുപോകണം? ഇതാണ് ഗോൾ സ്റ്റേറ്റ്. അപ്പൊ ഗോൾ സ്റ്റേറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ ബ്ലാങ്ക് ഇവിടെ വരണം. ഇതാണ് ഇതിന്റെ കോൺഫിഗറേഷൻ. അപ്പോൾ ഈ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഈ ഗോൾ സ്റ്റേറ്റിലോട്ട് എങ്ങനെ മൂവ് ചെയ്യണം? അപ്പൊ അത് കണ്ടുപിടിക്കുകയാണ് 8 പസിൽ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു 8 പസിൽ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, കൺസിഡർ 3x3 ഗ്രിഡ്. ഓക്കെ, 3x3 ഗ്രിഡ് നമ്പേർഡ് ഫ്രം 1 to 8 ആൻഡ് എ ബ്ലാങ്ക് സ്പേസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഗെയിം, ഇതൊരു ഗെയിമാണ് 8 പസിൽ പ്രോബ്ലം. ഓക്കെ, നിങ്ങളത് ചിലർ കളിച്ചിട്ടുണ്ടാവും. പണ്ട് ഉത്സവത്തിനൊക്കെ പോയാൽ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. 8 പസിൽ കുറെ ടൈൽസ് ഉണ്ടാവും. നമ്മളത് ഇങ്ങനെ മാറ്റി മാറ്റി അറേഞ്ച് ചെയ്തിട്ട് ഇനീഷ്യൽ നിന്ന് ഫൈനലിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ എത്തിക്കുക. അതൊക്കെ ഒരു പാർട്ടാണ് ഇതിന്റെ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണ് 8 പസിൽ പ്രോബ്ലം. അപ്പോ ഇവിടെ given an initial state of the board and a goal state, the objective is to, എന്താണ് ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് ഈസ് ടു മൂവ് ദ ബ്ലാങ്ക് സ്പേസ്. ബ്ലാങ്ക് സ്പേസിന് എന്ത് ചെയ്യാം? അപ്പ് ഡൗൺ ലെഫ്റ്റ് ഓർ റൈറ്റ് മൂവ് ചെയ്യാം. ആൻഡ് ട്രൈസ് ടു റീച്ച് ദ ഗോൾ സ്റ്റേറ്റ്. ഓക്കെ, ഓൾസോ ട്രാക്ക് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ അപ്ലൈഡ് ടു റീച്ച് ദ ഗോൾ സ്റ്റേറ്റ്. അപ്പോൾ ഇതാണ് പ്രോബ്ലം. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനീഷ്യലി ഇങ്ങനെയുള്ളത്, ഫൈനലിൽ നമ്മൾ എത്തേണ്ടത് ഇതാണ്. ഇതിനെ നമ്മളൊരു സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ആക്കിയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് എന്ന കൺസെപ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് എങ്ങനെ വരയ്ക്കും നോക്കിയാൽ ഇതാണ്. ഫസ്റ്റ് ഇനീഷ്യലി ഏതാണ് സ്റ്റേറ്റ്? ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ ബ്ലാങ്ക് എവിടെയല്ലേ ഉള്ളത്? ഇതാണ് ബ്ലാങ്ക് സ്പേസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ബ്ലാങ്കിനെ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കേ, നിങ്ങൾ തന്നെയാണ് ആൻസർ പറയേണ്ടത്. ഇതാണ് ബ്ലാങ്ക്. ഈ ബ്ലാങ്കിനെ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം? ഇതുണ്ടോ? ഡൗണിലോട്ട് മൂവ് ചെയ്തു അല്ല? ഡൗണിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 5 എങ്ങോട്ട് വന്നു? 5 ഇവിടെ വന്നു, ബ്ലാങ്ക് ഇവിടെ വന്നു.
ഇത് നോട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ബ്ലാങ്കിനെ അങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പൊ ഇതൊരു കോൺഫിഗറേഷൻ ആയിട്ട് എടുക്കും. ഇതൊരു കോൺഫിഗറേഷൻ, അതായത് ഇത് വേറൊരു സ്റ്റേറ്റ് ആണ്. ഇനി വേറൊരു പോസിബിലിറ്റി എന്താണ്? ബ്ലാങ്കിനെ ഇവിടെ വെക്കാം. അപ്പൊ 3 എങ്ങോട്ട് വന്നു? 3 ഇവിടെ വന്നു. ഓക്കെ, ഇത് വേറൊരു ഇത്. അതുപോലെ ബ്ലാങ്കിനെ എങ്ങോട്ട് മൂവ് ചെയ്തു? ബ്ലാങ്ക് ഇവിടെ വന്നുണ്ടോ? ഇവിടെ വന്നു. അതായത് ഇതെടുത്തിട്ട് ഇങ്ങോട്ട് മൂവ്. അപ്പൊ 8 ഇങ്ങോട്ട് വന്നു. അപ്പൊ 3 സ്റ്റേറ്റ് കിട്ടി. ഇങ്ങനെ അടുത്ത സപ്പോസ് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഈ ബ്ലാങ്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ മൂവ് ചെയ്യിക്കാം. 2 പോസിബിലിറ്റീസ് ഉള്ള കോർണറിലല്ലേ ഇല്ല, ഈ കോർണറിലെ ബ്ലാങ്ക് വരുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാം, ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാം. അപ്പോ ഇങ്ങോട്ട് മൂവ് ചെയ്യിച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലോട്ട് എത്തും. ഈ ഒരു സ്റ്റേറ്റിലോട്ട് ഇവിടെ വന്നാൽ ഇത് വരും. പിന്നെ അതിന്റെ ഇതുണ്ട് കണ്ടോ, ഇവിടുന്ന് അതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ഇത് വരക്കാം. നമുക്ക് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് കിട്ടും. ഓരോ സ്റ്റേറ്റിൽ നിന്നും നമ്മൾ ബ്ലാങ്കിനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് കിട്ടും. അപ്പൊ നമ്മൾ ഇതൊന്ന് നോക്കാം. ഓക്കെ, ഇനീഷ്യലി ഇത് ഫോക്കസ് ചെയ്യാം, തന്നെ ഇത് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇത് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത് എന്ത് ചെയ്തു? ഈ ബ്ലാങ്കിനെ എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? കണ്ടോ, ബ്ലാങ്ക് ഇവിടെ വന്നു. ഓക്കെ, മിഡിലിൽ വന്നു. അപ്പോൾ 8 എങ്ങോട്ട് വന്നു? 8 താഴോട്ട് വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലെത്തി. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റിൽ വരും. ഇതാണ് സ്റ്റേറ്റ്. അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബ്ലാങ്ക് എങ്ങോട്ട് മൂവ് ചെയ്തു? ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ വന്നു. അതിനനുസരിച്ചിട്ട് 5 ഇങ്ങോട്ട് വരും. ഓക്കെ, 5 ഇങ്ങോട്ട് വന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യുന്നു? ബ്ലാങ്ക് ഇവിടെ വന്നു. അപ്പൊ നമ്മൾ എവിടെ എത്തി? ഗോൾ സ്റ്റേറ്റിൽ. ഇവിടെ കണ്ടോ, ഗോൾ സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇതാണ്, ഗോൾ സ്റ്റേറ്റ് ഇതാണ്. അപ്പൊ ഗോൾ സ്റ്റേറ്റിൽ നമ്മൾ എങ്ങനെ എത്താമെന്ന് ഗ്രാഫ് ഡ്രോ ചെയ്തു അല്ലെ. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാല്, അതായത് ആ പ്രോബ്ലത്തിന്റെ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിൽ എന്തുണ്ടാവും? ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് എങ്ങനെ എത്താമെന്ന ഗ്രാഫാണ് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ്. ഓക്കെ, അപ്പൊ ആ ഗ്രാഫിന് നമ്മൾ എന്ത് ചെയ്യും? അടുത്തായിട്ട് സെർച്ച് ചെയ്യും. അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ സൊല്യൂഷനിലോട്ട് എങ്ങനെ എത്തുക? ഏത് പാത്തിലേക്ക് എത്തുക? ഈ പാത്തിലേക്ക് നമ്മൾ സ്റ്റേറ്റ് സ്പേസ് ഇതിൽ സൊല്യൂഷനിലെത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് സെർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു പാത്ത്. ഇങ്ങനെ മൾട്ടിപ്പിൾ പാത്ത്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് നോക്കിയാൽ സീക്വൻസ് ഓഫ് മൂവ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കും. ആദ്യം ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. അപ്പൊ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് പറയും ഡ്രോ ദ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് ആൻഡ് ഷോ ദ സൊല്യൂഷൻ പാത്ത് എന്ന് ചോദിക്കാം. അപ്പൊ ഇതൊന്ന് നോക്കാം നിങ്ങൾ. ഈ ഒരു പ്രോബ്ലം നാളത്തേക്ക് പഠിച്ചിട്ട് വരും. അപ്പൊ എന്താണ് സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് സെർച്ച്, സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ് എന്താണെന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ ഇത് 8% പ്രോബ്ലത്തിന്റെ ഒരു സ്പേസ് ഗ്രാഫാണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് പഠിക്കും. ബാക്കി നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ടൈം കഴിഞ്ഞു. ഓക്കെ, അറ്റൻഡൻസ് വന്ന്, അറ്റൻഡൻസ് പറഞ്ഞിട്ട് ലെഫ്റ്റ് ആയിട്ട് അറ്റൻഡൻസ് വന്നു. അഭിലാഷ്, ഞാൻ വിളിക്കാം കേട്ടോ. ഓക്കെ, അഭിലാഷ്. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് അഭിലാഷ്. ഓക്കെ, അഭിനവ്, അൻസർ ആബ്സെന്റ്. ഓക്കെ, അൻസർ ആബ്സെന്റ് അല്ലേ? ഓക്കെ, അനുശ്രീ പി. ഓക്കെ, അർജുൻ ആബ്സെന്റ്. അശ്വിൻ പി. അതുൽ ദിനേഷ് ആബ്സെന്റ്. അതുൽ എസ്. ഓക്കെ, ഫബിന പ്രസന്റ്. ഫജർ. ഓക്കെ,
Jasim Haris. Okay. Midlaj. Present, sir. Okay. Mridula. Mridula present അല്ലേ? Muhammad Jasil. Muhammad Jasil. Attendance പറഞ്ഞവർ ലെഫ്റ്റ് അയക്കാം. മുഹമ്മദ് ജാസിൽ. ജാസിൽ ആബ്സെന്റ് ആണോ? നെക്സ്റ്റ് റമീസ്. റമീസ് ഉണ്ട്. ശരത്ത് ആബ്സെന്റ്. നെക്സ്റ്റ് സർഗ പ്രസന്റ് അല്ല. ഷബ്ന. ഓക്കെ. ഷബ്ന. സൗരഭ്. ഓക്കെ. ശ്രീരാജ്. ഓക്കെ. സുബിൻ രാജ്. ഓക്കെ. വിഷ്ണു. അമൃത പി. അമൃത അശ്വതി. ചാറ്റ് ബോക്സിലിട്ട് അമൃത അശ്വതി ദിദിന ഹരിത അമൽ ആബ്സെന്റ് അല്ലേ? ഓക്കെ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്ക് ആ സ്റ്റേജ് സ്പേസ് ഗ്രാഫ് ഒന്നും കൂടി നന്നായിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ താങ്ക് യു.